താബീകളും തബൈ താബീകളും ഇബ്നു ജരീറും ഇബ്നു കസീറും ഒക്കെ അടക്കമുള്ള മുഫസ്സിറുകളും പണ്ഡിതന്മാരും പറഞ്ഞതിൽ അർത്ഥമൊക്കെ ഉണ്ട്. പണ്ഡിതന്മാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ വൻസൽനൽ ഹദീദ എന്ന ആയത്തിന്റെ ചോട്ടിൽ ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീർ എടുത്ത് വായിക്കണം എന്ന് ഞാൻ അവരെ ഉപദേശിക്കുകയാണ്. മൗദൂദ് സാഹിബ് പറയുകയല്ല. അതിൽ പറയുന്നത് രാഷ്ട്രീയ ശക്തി വേണം നീതി നടപ്പാക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞതെന്നാണ്, ഞാനല്ല കേട്ടോ പറയുന്നത്. ഈ തഫ്സീറിന്റെ കിതാബ് നിരോധിക്കണം. അത് പക്ഷേ പറയൂല. മൗദൂദ് സാഹിബിന്റെ മതരാഷ്ട്രീയത്തെ നിരോധിക്കണം എന്നേ പറയുള്ളൂ. ഈ ആയത്ത് നിരോധിക്കണം എന്ന് പറയുകയില്ല. നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ചൊല്ലുവാനുള്ള ഒരു പ്രാർത്ഥന അല്ലാഹു തആല സൂറത്ത് ബനി ഇസ്രായീലിൽ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തു. പടച്ചവനെ, എന്നെ ഇവിടെ നിന്ന് നല്ല നിലയിൽ പുറപ്പെടുവിക്കണം, ഞാൻ എത്തുന്ന സ്ഥലത്ത് നല്ല നിലയിൽ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ ശേഷം വജഅൽ ലീ മിൻ ലദുങ്ക സുൽത്താനൻ നസീറ, അവിടെ എനിക്ക് സഹായകമായ ഒരാധിപത്യം എനിക്ക് നീ നൽകുമാറാകണമേ. ഈ സുൽത്താൻ എന്ന വാക്കിന് ഹുജ്ജത്ത്, പ്രമാണം എന്നർത്ഥമുണ്ട്. ശക്തി എന്നും അധികാരമെന്നും അർത്ഥമുണ്ട്. ചില പണ്ഡിതന്മാർ പ്രമാണം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പണ്ഡിതന്മാർ ശക്തി എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ശക്തി എന്ന അർത്ഥം പറഞ്ഞവർ പറയുന്നു, ഹിജ്റ പോകുമ്പോൾ പിന്നെ ഒരു പുതിയ തെളിവിന്റെ ആവശ്യമില്ല, തെളിവെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, ഇനി ഭരണശക്തിയാണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ അർത്ഥം സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആധിപത്യ ശക്തി എന്നാണ്. അതും അതാ വളരെ വിസ്തരിച്ചിട്ട് ഇബ്നു കസീറിൽ പറഞ്ഞിരിക്കുന്നു. പണ്ഡിതന്മാരെടുത്ത് നോക്കേണ്ടതാണ്. ഈ തഫ്സീറും ഈ ഖുർആനും നിരോധിക്കണം. പക്ഷെ മൗദൂദി സാഹിബിനെ നിരോധിക്കാൻ പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വെച്ചുകൊണ്ട് അതൊന്നും പറ്റാത്ത ഒരു ചെറിയ ടീം, ഏതാണ്ട് കാഡസൻ ആളാണ് മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ അവരുള്ളത്, അൾട്രാ സെക്യുലറിസ്റ്റുകൾ. അവർക്ക് തുല്യമായ സെക്യുലറിസം തുർക്കിയിലെ പട്ടാളക്കാരിൽ പോലും ഉണ്ടോ എന്ന് സംശയമാണ്. ഹിജ്റ പോകുന്നുണ്ടെങ്കിൽ അവരവിടെയാണ് പോകേണ്ടത്. പക്ഷെ അവിടുത്തെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ സെക്യുലറിസം ഇല്ല. അവിടെ സാമുവൽ ഹണ്ടിങ്ടന്റെ പുസ്തകം ചൂടപ്പം പോലെ ചെലവാവുകയാണ്. അതാണ് ഭരണകൂടത്തിന്റെ പുതിയ വേദപുസ്തകം. അതിൽ പറയുന്നത് അമേരിക്കയുടെ അടിസ്ഥാന ദർശനം ക്രിസ്ത്യാനിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു വേരോട്ടം കിട്ടുകയില്ല എന്നാണ്. അതാണ് അവിടുത്തെ സെക്യുലറിസം. ബ്രിട്ടനിലെ സെക്യുലറിസം ക്രിസ്തീയ രാജാവായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സെക്യുലറിസം. ഇവിടെയാണ് ഒന്നും തൊടാൻ പാടില്ലാത്ത അൾട്രാ സെക്യുലറിസം. അത് തുർക്കി പട്ടാളക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കേരളത്തിലേക്ക് വന്നുള്ളൂ. ഇവരെയാണ് ഇസ്ലാമിൻ്റെ സാമൂഹ്യതയെക്കുറിച്ച് നീണ്ട ഒരു കാലം സമൂഹത്തെ പഠിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായും വ്യക്തമായുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരമൊരു പ്രസംഗമൊന്നും മതിയാവുകയില്ല. എന്തായാലും ചില അബദ്ധങ്ങളും കർക്കശമായ ഒരവസ്ഥയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് അവരിൽ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹിറയിൽ ചെന്നാൽ കിട്ടുന്ന 4 വാല്യമുള്ള ഒരു കിതാബുണ്ട്. ആ കിതാബിൽ സലഫി പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ രാഷ്ട്രീയ ഹാക്കിമീയത്തിനെ സ്ഥാപിച്ചുകൊണ്ട് എഴുതിയ ഇബാറത്തുകളുടെ മഹാസമാഹാരമാണ്. ഒരു യുവ പണ്ഡിതൻ സമാഹരിച്ചതാണ്. എല്ലാറ്റിൻ്റെയും മലയാള തർജ്ജമയുമുണ്ട്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഏതാണ്ടൊരു 350ഓളം പേജുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതിപ്പോൾ ഹിറയിൽ
എൻ്റെ മേശയിൽ കിടക്കുന്നു, അലമാരയിൽ കിടക്കുന്നു. അതിൽ മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ രാഷ്ട്രീയ ഹക്കിമിയത്ത്, ജീവിതത്തിലെ അള്ളാഹുവിൻ്റെ ഹക്കിമിയത്ത് സ്ഥാപിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാരെഴുതിയ ഇബാറത്തുകളുടെ സമാഹാരമാണ്. സലഫി രണ്ട് പ്രസ്ഥാനത്തിലും രണ്ട് ചിന്താധാരയിലും ഇതിന് തെളിവുകളുണ്ട്. അബ്ദുൽ അസീസ് ഇബ്നു ബാസിന്റെ സലഫി സൂദി ശാഖയായാലും റഷീദ് റിളയുടെ ശാഖയായാലും വ്യക്തമായ ഇബാറത്തുകളുടെ സമാഹാരം ഈ വിഷയത്തിൽ ഉണ്ട്. ഇത് മുജാഹിദ് പണ്ഡിതന്മാർക്ക് അറിയില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്തോ ഒരു അവസ്ഥയിൽ അവർ പെട്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ എല്ലാ പാരമ്പര്യങ്ങളിൽ നിന്നും വേരുകളിൽ നിന്നും മുറിഞ്ഞുകൊണ്ട് കേരളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു സലഫി പ്രസ്ഥാനമായി മാറിയതിൽ അവരഭിമാനിക്കുകയാണോ? അല്ലാഹു അഅലം. ഒഴുകുന്ന മുന്നോട്ട് ഒഴുകിപ്പോകുന്ന അതിനനുസരിച്ച് നീരുറവകൾ ചേരുന്ന ഒരു പ്രവാഹമായിരുന്നു ലോക സലഫി പ്രസ്ഥാനം. ആ സലഫി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ധാരകളിൽ നിന്നകന്നുകൊണ്ട് കേരളത്തിൽ ഒരു സലഫി പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അത് ശുദ്ധമതമാണ്. പൊതുജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ മതമിടപെടാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ മതമേ ഇല്ല, മതത്തിൽ രാഷ്ട്രീയമേ ഇല്ല. ഇങ്ങനെയാണ് അവരുടെ ഒരു ശൈലി. ഇതിന് ഞങ്ങൾക്കാരുടെയും പാരമ്പര്യ ആവശ്യമില്ല. ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്. ഇങ്ങനെ പറയുന്ന ഒഴുക്കറ്റുപോയ ഒരു കുണ്ടിലെ കുളത്തിലെ ജീവികളുടെ ഒരു രീതിയിലാണ് അവരിപ്പോൾ നിലകൊള്ളുന്നത്. ഈ ഹാക്കിമിയത്ത് പ്രശ്നം തൗഹീദിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മൗദൂദി സാഹിബിന്റെ ആ കാലഘട്ടത്തോട് ചേരാത്ത, ഇന്നത്തെ കാലഘട്ടത്തോട് ചേരാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കാലത്തിനനുസരിച്ച നയവും പരിപാടിയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് മാറ്റമാണ്. ഈ മാറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, വേണ്ടതാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും വരും. അടിസ്ഥാന ഇസ്ലാം കൊണ്ട് കളിക്കരുത്. അതിലൊന്നാണ് ഹക്കിമിയത്ത്. ഇവിടെ ഹക്കിമിയത്ത് ഇപ്പം നടപ്പാക്കാൻ കഴിയില്ല. അത് നിങ്ങളും നമുക്കൊക്കെ അറിയാം. ഇതൊരു സെക്യുലറിസ്റ്റ് വ്യവസ്ഥിതിയാണ്. ഇവിടുത്തെ സ്ഥിതി അനുസരിച്ചാണ് ഇവിടെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷെ ആദർശം മാറ്റാമോ എന്നത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. നയപരിപാടികൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം. ആദർശത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. തൗഹീദിന്റെ ഭാഗമാണിതെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ യോഗം ചേർന്ന് ഹാക്കിമിയത്തിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതാണ്. രാഷ്ട്രീയ ഹാക്കിമിയത്ത് അള്ളാഹുവിൻ്റെ തൗഹീദിന്റെ ഭാഗമല്ല, അങ്ങനെ ഒന്നില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളെപ്പറ്റി അങ്ങനെ ഒരു വിധി പറയുവാൻ ഞങ്ങൾ ആളല്ല. പക്ഷെ വൈരുദ്ധ്യങ്ങളുള്ള ഒരുപാട് പരാമർശങ്ങൾ നിങ്ങളുടെ എഴുത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയിൽ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ തൗഹീദിന്റെ അടിസ്ഥാനത്തെ സംബന്ധിച്ചുള്ളതല്ല, നയങ്ങളെയും പരിപാടികളെയും കാലോചിതമായ പരിഷ്കരണങ്ങളെയും സംബന്ധിച്ചുള്ളതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടുന്നൊക്കെ ഒരു ഉദ്ധരണിയൊക്കെ വെച്ചാൽ അത് വെച്ചിട്ടൊന്നും ഒരു പ്രസ്ഥാനത്തെ അന്തിമമായി വിലയിരുത്താൻ കഴിയില്ല. 10-60 കൊല്ലത്തെ ഒരു ദീർഘമായ യാത്രയിൽ പ്രബോധനത്തിൽ ഏതോ ഒരു ചെറുപ്പക്കാരൻ എന്തോ ഒരു വാചകം എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വഹയായിട്ട് കണക്കാക്കാനൊന്നും കഴിയില്ല. പ്രബോധന ഔദ്യോഗിക പത്രമൊക്കെ തന്നെയാണ് എന്ന് വെച്ചിട്ട് ശൂറ മെമ്പറും ജമാഅത്ത് അമീറും എല്ലാം നോക്കി പരിശോധിച്ച് പത്രത്തിൽ കൊടുക്കലൊന്നുമല്ല. പല കുട്ടികളും എഴുതും, എല്ലാ പത്രത്തിലും എഴുതും. അജാദിയൊക്കെ ആ രൂപത്തിലാണ് കണക്കാക്കേണ്ടത്. ആ വഹാബിസമല്ല ഈ വഹാബിസം എന്ന് പറഞ്ഞതിനെ അനുകൂലിച്ചിട്ടുള്ള കുറിപ്പ് ഷഹാബിലുള്ളതായിട്ട് കണ്ടു. അതൊക്കെ ആധികാരികമാണോ ഔദ്യോഗികമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാനതെടുത്ത് കൈകാര്യം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഒരു മേശക്കിരുന്ന് വർത്താനം പറയാം. എന്താണ് ഈ പ്രശ്നത്തിന്റെ സ്വഭാവം എന്നൊക്കെ ഒരു മേശക്കിരുന്ന് വർത്തമാനം പറയാം. ഞങ്ങൾ സ്വാഗതം ചെയ്യാം.
ഞങ്ങൾ വാദപ്രതിവാദത്തിനെതിരാണ്. ഞങ്ങളതിൽ തോറ്റും പോകും. ഞങ്ങൾക്ക് ആ കല അറിയില്ല. അതേസമയത്ത് ഞങ്ങൾ സംവാദത്തിന് അനുകൂലമാണ്. സൗഹാർദ്ദത്തിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് വർത്തമാനം പറയുവാൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. സൗഹൃദത്തിൽ കൂടി വേണം അതാകുവാൻ. ഇത് നിങ്ങൾ ഒരു സ്ഥിരമായ സംവിധാനമാക്കി തുടരുന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ദോഷമായാലും ഗുണമായാലും ദീനുൽ ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും ഗുണമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാക്കുകളിൽ ഞാൻ ഉദ്ദേശിക്കാത്ത വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഇവിടെ നടന്ന ഈ പരിപാടി ദീനുൽ ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും അള്ളാഹുവിൻ്റെ ദീനിനും ഗുണകരമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.